അതിമനോഹരമായ കുതിരയാണ് ദേവീ ദർശനം പൂർത്തിയാക്കി കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നടക്കാവ് കരയുടെ കുതിര കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാഴ്ചക്കണ്ടത്തിലുള്ള എല്ലാ അനധികൃത കച്ചവടക്കാരും കാഴ്ചക്കണ്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ്. നടക്കാവ് കരയുടെ കുതിര കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാവ് കരയുടെ കുതിര കാഴ്ചക്കണ്ടത്തിൽ യഥാസ്ഥാനത്ത് ഉപവിഷ്ടമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വളണ്ടിയേഴ്സ് ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഭദ്രകാളി മുടിയെക്കുറിച്ച് ദർശനത്തിനെത്തിയിട്ടുള്ള ഭക്തരുടെ അറിവിലേക്കായി ഒഴിവാക്കും. കൊല്ലവർഷം 475 മുതൽ 490 വരെ മലനാടുമായിരുന്ന രവിവർമ്മ കുലശേഖരനാണ് ഇത് നിർമ്മിച്ചത്. മറുനാട്ടിലെ ഭരണാധികാരികൾ വയനാട്ടിലേക്ക് പടയോട്ടം നടത്തിയപ്പോൾ മനോവീര്യം നഷ്ടപ്പെട്ട യോദ്ധാക്കളെ പ്രത്യാക്രമണത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടി മഹാഭദ്രകാളി പൂജ നടത്തിയ രവിവർമ്മ കുലശേഖരന്റെ മനസ്സിൽ ദേവിയുടെ ദിവ്യരൂപം തെളിയുകയും അതിന് ഉപോത്കരമായി ഒരു ഭദ്രകാളി മുടി ഈ കരക്കാർക്ക് നിർമ്മിക്കാനുള്ള അവസരം സംജാതമാകുകയും ചെയ്തിട്ടുണ്ട്. ആ ഭദ്രകാളി മുടിയാണ് കുംഭപന്തിക്ക് ശേഷമുള്ള ഉത്സവ ദിവസങ്ങളിൽ ഇവിടെ ദർശനത്തിനായിരിക്കുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് മൊബൈൽ ഫോൺ അടങ്ങിയ ഒരു പേഴ്സ് കളഞ്ഞു പോയിട്ടുണ്ട്. അത് കിട്ടുന്നവർ ദേവീ നാമത്തിൽ അത് ഈ കൺവെൻഷൻ ഓഫീസിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ ക്ഷേത്ര പരിസരത്ത് മൊബൈൽ ഫോൺ അടങ്ങിയ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ലഭിക്കുന്നവർ ദേവീ നാമത്തിൽ ഈ കൺവെൻഷൻ ഓഫീസിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിന് സമീപത്തെ കച്ചവടക്കാരുടെ തിരക്ക് മൂലം ക്ഷേത്ര ദർശനം നടത്തിയ ഭക്തർക്ക് പുറത്തേക്ക് പോകുവാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തെ വോളണ്ടിയേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നു. ഇനി ദീപാരാധന സമയമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം പിരിഞ്ഞുപോയ വിവരങ്ങൾ മൈക്കിലൂടെ അനൗൺസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുള്ളവർ കൺവെൻഷൻ ഓഫീസിന് സമീപത്ത് വന്ന് പരസ്പരം കണ്ടുമുട്ടുക എന്ന അഭ്യർത്ഥനയെ പറ്റുന്നുള്ളൂ. ദീപാരാധന സമയമായതിനാൽ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരികയാണ്. ഇപ്പോൾ 13 കരയുടെയും കെട്ടുകാഴ്ചകൾ ദേവീ ദർശനം പൂർത്തിയാക്കി കാഴ്ചക്കണ്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ ഇനിയും എല്ലാ ഭക്തജനങ്ങൾക്കും